ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയർ കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ആദ്യമായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കടുകിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് നടുവേ മുറിച്ച് ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 8-10 വെളുത്തുള്ളി നന്നായി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് നടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കണം. കുക്കറിൽ 10-12 വിസിൽ വരെ വേവിച്ചെടുത്ത് ചെറുപയറാണ്. ചെറുപയറിന് പല വേവായിരിക്കും, അതുകൊണ്ട് നോക്കി ചെറുപയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നികപ്പ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചെറുപയർ മെഴുക്കുവരട്ടി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.